ഈ വർഗീയ പാർട്ടി എന്ന് പറയുന്ന BJP-യെ വർഗീയ പാർട്ടിയല്ല, മതേതര പാർട്ടിയാണ്, കേരളത്തിൽ ആകെയുള്ള ഒറ്റ പാർട്ടി ഇപ്പോൾ BJP ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്ത് വർഷമായി LDF സർക്കാർ ഇവിടെ ഭരിക്കുന്നു. യാതൊരു തരത്തിലുള്ള വികസനവും കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. BJP-ക്ക് വോട്ട് ചെയ്യും. കാരണം വികസനം വരണമെങ്കിൽ BJP വരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാഴ്ചയാണ്. കേന്ദ്രത്തിന്റെ വികസനം കൂടി കേരളത്തിൻ്റെതായല്ലേ ഇവർ കാണിക്കുന്നത്. അതല്ലേ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ ജനങ്ങളെ പറ്റിക്കുന്നത്. കൊള്ളയും കള്ളക്കടത്തും മാത്രമാണ് പിണറായി വിജയന്റെ ഭരണത്തിലുള്ളത്. പറയുന്നത് ചെയ്യുന്നതേ പറയാറുള്ളൂ. കേന്ദ്രം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് സ്വാധീനിക്കുന്നത്. പറയുന്നത് ചെയ്യുന്നതേ പറയാറുള്ളൂ. അതാണ് കാരണം. വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണാം. ഇവിടെയുള്ള റോഡിന്റെ വികസനം, മറ്റുള്ള എല്ലാ മേഖലയിലുള്ള വികസനങ്ങൾ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാവുന്നതാണ്. റെയിൽവേ റോഡാണ് മെയിൻ. അത്രയും ഗതാഗത തിരക്ക് അനുഭവപ്പെട്ട ഒരു ഏരിയ ഉള്ള കേരളം. പൊതുവെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്പേസ് കുറവല്ലേ, സ്ഥലം കുറവല്ലേ, ആൾക്ക് നന്നായിട്ട് വളരെയധികം സ്വാധീനിച്ച ഒരു വിഷയമാണ്. അത് പിന്നെ പലരും സ്വന്തം ഇതിൽ ചാർജ് കിട്ടാനായിട്ട് പലരും പറയും, രാഷ്ട്രീയങ്ങളെ അത് പറയും. നമുക്കറിയാം കേരളത്തിലെ യാതൊരു വികസനവും ഇത്ര കാലം 10 വർഷമായി LDF സർക്കാർ ഇവിടെ ഭരിക്കുന്നു. യാതൊരു തരത്തിലുള്ള വികസനവും കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നുള്ളത് ആകെ കൂടി കേരളത്തിൽ വികസിതമായി പറയാനുള്ളത് കേരളത്തിൽ വന്നിട്ടുള്ള 6 വരി പാതയുടെ കാര്യമാണ്. അത് 100% നമുക്കറിയാം കേന്ദ്ര സർക്കാർ നേരിട്ടിട്ടുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പണിയുന്ന ആ റോഡിൻ്റെ വികസനം മാത്രമാണ് ഈ കാലയളവിൽ LDF സർക്കാർ 10 വർഷമായിട്ട് കേരളത്തിൽ ഭരണത്തിൽ വന്നതിന് ശേഷം ആകെ കൂടി ഈ കേരളത്തിൽ കിട്ടിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്ന വികസനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ആ ഒരു വികസനം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടിയായിരിക്കും ജനങ്ങൾ ഇപ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യും. കാരണം വികസനം വരണമെങ്കിൽ BJP വരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാഴ്ചയാണ്. കാരണം ഇത്രയോ കാലങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള വികസനവും കേരളത്തിൽ നടപ്പിലാക്കാൻ ഈ LDF സർക്കാരിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം 10 വർഷം 5 വർഷം ഇടതും വലതും മാറി വരുന്ന ഈ കേരളത്തിൽ 10 വർഷം ഒരുമിച്ച് കിട്ടിയിട്ട് പോലും ഈ LDF സർക്കാരിന് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല. അതായത് കുറേ പദ്ധതികളുണ്ട്, നമുക്കത് ഇവിടെ പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു മാറ്റം അത് തുടങ്ങാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് MLA-മാർ ഇപ്രാവശ്യം വലിയൊരു മാറ്റം, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ കാണുന്ന ജനക്കൂട്ടം. കേരളത്തിലെ ജനങ്ങളെല്ലാം അംഗീകരിച്ചു. അതായത് ഈ വർഗീയ പാർട്ടി എന്ന് പറയുന്ന BJP-യെ വർഗീയ പാർട്ടിയല്ല, മതേതര പാർട്ടിയാണ്, കേരളത്തിൽ ആകെയുള്ള ഒറ്റ പാർട്ടി ഇപ്പോൾ BJP ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ച നമ്മൾ വരുന്ന ഇലക്ഷനിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇവിടുന്ന് ഇലക്ഷനെ MLA-മാർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ MLA-മാർ വിജയിച്ച് വരുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കാണുന്നത്. അതുമൂലം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ കിട്ടുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിർന്ന അമ്മമാർക്കും അച്ഛന്മാർക്കുള്ള പദ്ധതികളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ആവാസ് യോജന അതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അതെല്ലാം മുന്നോട്ട് വരും ഈ ഇലക്ഷനിലൂടെ. തീർച്ചയായും കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളല്ലേ സ്വാധീനിക്കുള്ളൂ. എത്രമാത്രം വികസന പദ്ധതികളാണ് കേന്ദ്രം ഈ 2014 മുതൽ നമ്മുടെ ഈ ഇന്ത്യക്കായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഇലക്ഷനെ സ്വാധീനിക്കും. അതിന് സെയിം അഭിപ്രായം തന്നെ എനിക്കുള്ളൂ. സെയിമാണ്. അത് നമുക്ക് കണ്ടുകൂടെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ കേന്ദ്രത്തിൻ്റെ വികസന പരിപാടികൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ മോദിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ മോദിയുടെ പ്രവർത്തനങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളാണ് ഈ പ്രാവശ്യം വരുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. റോഡായാലും റെയിൽവേ പോലുള്ള അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളും ധാരാളം ജനക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളായിരിക്കും വിലയിരുത്തപ്പെടുക. കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളിലാണ്. കേരളത്തിൻ്റെ വികസന പദ്ധതി എന്താണ് എടുത്തു പറയാനുള്ളത്? ഫുള്ള് കൊള്ളയും കള്ളക്കടത്തും മാത്രമാണ് പിണറായി വിജയൻ്റെ ഭരണത്തിലുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ
വികസനങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. പ്രധാനമന്ത്രിയുടെ ഭരണം നല്ലൊരു മുതൽക്കൂട്ടാണ്. മറ്റേത് കേന്ദ്ര സർക്കാരിനേക്കാളും കൂടുതൽ ഇത്തവണ NDA സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള NDA സർക്കാർ വികസന രംഗത്ത് ഏറ്റവും കൂടുതൽ പണം കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ വികസന നയങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഒരു സംശയം വേണ്ട കാര്യം. കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ പൊതുവെ ജനങ്ങൾ അറിയണ്ടല്ലോ. കേരളത്തിന്റെ വികസനം എന്താണെന്നുള്ളത് കേന്ദ്രത്തിന്റെ വികസനം കൂടി കേരളത്തിൻ്റെതായല്ലേ ഇവർ കാണിക്കുന്നത്. അതല്ലേ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ ജനങ്ങളെ പറ്റിക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ട്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും വക മാറ്റി ചെലവഴിച്ച് പേര് മാറ്റി ചെലവാണ്. കേന്ദ്രം കൊടുക്കണമെന്നാണ് ഇവർ പറയണത്. ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇവർ പറയട്ടെ എങ്ങനെ കൊടുക്കണമെന്ന്. കൂടുതലും കേന്ദ്രത്തിന് പദ്ധതി സാധാരണക്കുള്ള. ഇപ്പോൾ ശബരിമല വിഷയം തന്നെ കണ്ടില്ല. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇവർ പറയുന്നത് ഞങ്ങൾ 9 വിധികൾ പുറത്തു പറ്റുമെന്ന്. ഇത്തവണ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന ഏറ്റവും വലിയ വിഷയം പ്രധാനമന്ത്രി മോദിജിയുടെ വികസന പ്രവർത്തനമാണ്. 30 തൊട്ട് കർപ്പൂരം വരെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ വില കൂടുതലാണ്. പക്ഷേ മോദിജിയുടെ ഓരോ പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നെങ്കിൽ ഇത്തവണ കേരളം BJP പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കൊല്ലം ഈ വട്ടത്തെ ഇലക്ഷന് കേന്ദ്രത്തിൻ്റെയും ക്ഷേമ പദ്ധതികളവും വികസന പദ്ധതികളവും കേന്ദ്രത്തിൻ്റെ പ്രതിഫലിക്കാം. കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണ്. അത് ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാനും പാർട്ടി പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡി ഗവൺമെൻറ് കഴിഞ്ഞ 14 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന കേരളത്തിൽ മാത്രം നടപ്പിലാക്കുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ മനഃപൂർവ്വം അവഗണിക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മടിക്കുകയും ചെയ്യുന്നത് ജനദ്രോഹപരമായ ഒരു നടപടിയാണ്. ഈ പിണറായി ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ജനം തിരിച്ചറിഞ്ഞു. ഇടത് വലത് മുന്നണികൾ അവരുടെ താല്പര്യത്തിനു വേണ്ടി മാത്രമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് യാതൊന്നും ചെയ്യുന്നില്ല. കേന്ദ്രം നൽകുന്ന ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് അത് LDF ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനദ്രോഹപരമായ നടപടിയിൽ നിന്ന് മോചനം നേടുവാൻ കേരള ജനത ഈ ഇലക്ഷനിൽ തയ്യാറാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതാണ് ഇന്ന് മോഡിയുടെ എറണാകുളം പരിപാടിയിൽ കാണുവാൻ കഴിയുന്നത്. ഇത്രയും വലിയൊരു ജനസംഖ്യ ഈ കൊച്ചി നഗരത്തിൽ സംഘടിച്ചത് ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്.